വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ദൃശ്യങ്ങൾ സമാനതകളില്ലാത്ത ദൃശ്യങ്ങളാണ്. ഇന്ന് രാവിലെ തന്നെ തകർന്നടിഞ്ഞുപോയ പല വീടുകളിലേക്കും കടന്നു ചെന്ന രക്ഷാസേന അമ്പരപ്പിക്കുന്ന, നടുക്കുന്ന, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. മണ്ണിനടിയിൽ അമർന്നു കിടക്കുന്ന പല ആളുകളെയും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. വലിയ കെട്ടിടങ്ങൾ നിലംപൊത്തി, മേൽക്കൂരകൾ തകർന്ന പല വീടിൻ്റെയും മേൽക്കൂരകൾ എടുത്തു മാറ്റി ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുകയാണ്. വയനാട്ടിൽ നമ്മുടെ വാർത്താ സംഘം വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ അപകടത്തിന് നേർസാക്ഷ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ സുർജിത്ത് അയ്യപ്പത്ത്, നമുക്ക് ഉള്ളുലയ്ക്കാതെ ചങ്കിടിപ്പോടെ മാത്രമേ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ മരണസംഖ്യ ഒരുപാട് ഉയരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണല്ലോ. എന്താണ് ലേറ്റസ്റ്റായി അവിടെ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ദുരന്ത ഭൂമിയിലേക്ക് മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ റോപ്പ് വഴി രണ്ടാമത്തെ മൃതദേഹം എത്തിക്കുന്നു. ചൂരൽമല പുഴ കടത്തി ഇതാ മൃതദേഹം എത്തിക്കുന്നു. അടുത്ത മൃതദേഹം അവിടെ ഉണ്ട്, അതും കൂടി എത്തിക്കും. അങ്ങനെ മൂന്നാമത്തെ മൃതദേഹമാണ് പുറത്തേക്ക് മുണ്ടക്കയിൽ നിന്നും എത്തിക്കുന്നത്. ഇവിടെ ബെയിലി പാലം ഒരു ഭാഗത്ത് തയ്യാറാകുന്നു. ബെയിലി പാലം തയ്യാറാകുന്നതോടുകൂടി കൂടുതൽ രക്ഷാപ്രവർത്തനം സജീവമായ രീതിയിൽ നടക്കാം സാധ്യമാകും. കാരണം ആ മേഖലയാണ് ഒറ്റപ്പെട്ട പല പ്രദേശങ്ങളുമുണ്ട്. അവിടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ യാത്രയാവുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ മറ്റ് വിവിധ സൈനിക വിഭാഗങ്ങളുണ്ട്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്, NDRF അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ചൂരൽമലയെ അപേക്ഷിച്ച് ഏറ്റവും ഗ്രാവിറ്റിയുള്ള ദുരന്തം ആ മേഖലയിലാണ്. ആ പരിസരത്തുള്ള ആളുകൾ, അവിടുത്തെ മുണ്ടക്കൈ അങ്ങാടി ഉൾപ്പെടെ പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടേക്കെല്ലാം തന്നെ പുഴ കുത്തിയൊലിച്ച് വൻ പാറകൾ വന്നടിഞ്ഞ് കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വീടുകളും ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. റോഡ് സംവിധാനം അടക്കം സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിലൂടെ ബസ് പോയിരുന്ന പാലമാണ്. ആ പാലത്തിലൂടെ കടന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള മനോഹരമായ ഒരു പാതയായിരുന്നു അത്. അങ്ങനെ എത്തുന്നത് വളരെ സമാധാനം നിറഞ്ഞ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള സ്ഥലമായിരുന്നു അത്. ആ സ്ഥലം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അവിടെ നിന്നുമാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഒറ്റപ്പെട്ട അട്ടമല പ്രദേശത്തും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കൂടുതൽ ആളുകളെ ഈ താഴ്ന്ന പ്രദേശത്തേക്ക്, അതായത് സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇവിടെ താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിലൂടെ കടത്തി പുറത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായ രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇവിടെ നേരത്തെ പാലം ഉണ്ടായിരുന്ന അതേ ഭാഗത്ത് തന്നെയാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ സൈന്യം ഇവിടെ നടത്തുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ നടുക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരുന്നത്. മൃതദേഹം, ചെളിയിൽ പൂണ്ട മൃതദേഹം, അത് ഇങ്ങനെ ഒന്നൊന്നായി ആംബുലൻസുകളിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം മുതൽ ഇതിന് സാക്ഷിയാവുകയാണ്. എന്തായാലും ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ മൃതദേഹങ്ങൾ ലഭിക്കുന്നു. ചില ഉറ്റവരെ കാണാനില്ലെന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന ആളുകൾ, കഴിഞ്ഞ ദിവസങ്ങളിലായി വിളിക്കുന്ന ആളുകൾ മൃതദേഹം ചാലിയാറിൽ നിന്നും ലഭിച്ചു എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനെ നടുക്കുന്ന വേദനാജനകമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ നിലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആളുകൾ, ഒറ്റപ്പെട്ട ആളുകളുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവരെല്ലാം തന്നെ പരമാവധി വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ സൈന്യം ഒരു ഭാഗത്ത് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ ഗതാഗത സാധ്യമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. മുണ്ടക്കയുമായി അതോടൊപ്പം തന്നെ അട്ടമലയുമായുള്ള ഈ ഇവിടുത്തെ ബന്ധം, ഈ ചൂരൽമല ആ മേഖല കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുഴ കുത്തിയൊലിച്ചൊഴുകുന്നു. പക്ഷേ ഇന്ന് മഴ കുറവുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അന്തരീക്ഷമല്ല. കഴിഞ്ഞ ദിവസം 500 മില്ലിമീറ്ററിലധികം മഴയാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പെയ്തത്. അതാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിലേക്ക് നയിക്കാനുള്ള കാരണവും. ഏറ്റവും അധികം സംസ്ഥാനത്ത് മഴ പെയ്ത പ്രദേശങ്ങളിൽ ഒന്ന് കള്ളാടിയും പുത്തുമലയുമാണ്. ഇത് രണ്ടും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ കള്ളാടി എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ പുത്തുമല എന്ന് പറയുന്ന ഈ രണ്ട് പ്രദേശങ്ങൾ.
ഇവിടെയാണ് ഇങ്ങനെ വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ മഴപ്പെയ്ത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു പുത്തുമലയിൽ അന്ന് പൊട്ടലുണ്ടായത് ആ ഒരു സമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു പ്രയാസം ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എത്തുമ്പോൾ ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് തൊട്ടപ്പുറത്ത് വീടുകളുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളാണ് ആശങ്ക പങ്കുവച്ചത്. അതിനുശേഷമാണ് നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോയത്. മുണ്ടക്കൈയിൽ ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ മുണ്ടക്കൈ അങ്ങാടി വരുന്നത്. അവിടെ ബസ് എത്തുന്ന സ്ഥലമാണ്. അതിന് സമീപത്തുകൂടിയാണ് ഈ വലിയ രീതിയിൽ വെള്ളം കുതിച്ച് താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ 2019 പ്രളയകാലത്ത് സമാനമായ രീതിയിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണ്. അവിടെ വീണ്ടും മണ്ണിടിഞ്ഞ സാഹചര്യം ഉറ്റുനോക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ അവസ്ഥ ആളുകളുടെ അനുഭവവും മറ്റും പങ്കുവെക്കാൻ ശേഖരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടേക്ക് പോയത്. അവിടെ അന്ന് നമ്മളോട് പ്രതികരിച്ച ആളുകളുടെ ഒന്നും തന്നെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രളയത്തിന് ശേഷം ഒരു ഭൂമി കണ്ടാൽ എങ്ങനെയിരിക്കും അതേപോലെയാണ് ഈ മുണ്ടക്കൈയിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ കഴിയുന്ന രീതിയിലാകുന്നത്. വളരെ വളരെ വേഗത്തിൽ തന്നെ ഊർജ്ജസ്വലമായി തന്നെ രക്ഷാ ദൗത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല കേരളം ഒന്നിച്ച് ഈ ദുരന്തത്തെ നേരിടണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പം മുമ്പ് പറഞ്ഞു. ഏറ്റവും വലിയൊരു പ്രതിസന്ധി കേരളം ഇത്രകാലം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഈ വയനാട്ടിലെ ഈ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ മുണ്ടക്കൈ ഒരു പ്രദേശം മുഴുവൻ, ഒരു പച്ചപ്പ് നിറഞ്ഞ മനോഹരമായൊരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല പ്രത്യേക ധനസഹായ ഫണ്ട് വയനാട്ടിൽ അനുവദിക്കണമെന്ന് IB ഈഡൻ MP ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് അറിയില്ല എത്രമാത്രം കേന്ദ്ര സഹായം ഇക്കാര്യത്തിൽ ലഭിക്കുമെന്നുള്ളത്. കക്ഷി രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യമല്ല, സമയമല്ല ഇപ്പോൾ. നമുക്കറിയുന്ന പോലെ രക്ഷാപ്രവർത്തനം 2-ാം ദിവസം പുരോഗമിക്കുമ്പോൾ ഈ ആരെങ്കിലും ഈ കൂരകൾക്കിടയിൽ അമർന്നു കിടക്കുന്നുണ്ടോ, ആളുകൾക്ക് ചികിത്സ ആവശ്യമുള്ള ആളുകൾ എവിടെയെങ്കിലും വീടുകളിൽ കിടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് പ്രധാനമായും ദൗത്യസേന ചെയ്യുന്നത്. മാത്രമല്ല ഈ മണ്ണിനടിയിൽ അമർന്നുപോയ ജീവിതങ്ങൾ, മൃതദേഹങ്ങളായി മാറിയ ആളുകൾ, ഓർക്കാപ്പുറത്ത് കുത്തിയൊലിച്ചു വന്ന ഈ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ ആളുകൾ, ചൂരന്മലയിലും അതേപോലെയുള്ള പ്രദേശങ്ങൾ അട്ടമലയിലും ഒക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട രംഗങ്ങൾ ശ്വാസം ഇടിപ്പ് കൂട്ടുന്നതാണ്. സോഷ്യൽ മീഡിയയും വളരെ ഉത്തരവാദിത്തോടെ പെരുമാറേണ്ട സമയമാണിത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് പണം നൽകരുത് എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഒരിക്കലും ഈ സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധിയിൽ നമ്മുടെ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരം ദുരന്തങ്ങൾ ഒരുപക്ഷേ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ സമയമായിട്ടില്ലെങ്കിൽ പോലും ഈ വലിയ കോറികൾ അനുമതി കൊടുക്കുകയും ഒരുപാട് കെട്ടിടങ്ങൾ പുകട്ടിപ്പോക്കുകയും ഒക്കെ ചെയ്യുന്ന മലയാളി ജനസമൂഹത്തിന് വയനാട് നൽകുന്ന വലിയ മുന്നറിയിപ്പാണ് ഈ സംഭവമെന്നും നമ്മൾ പ്രാഥമികമായി പറയട്ടെ. മാധവ ഗാഡ്ഗിൽ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോകുന്നു. PT തോമസ് എന്ന് പറയുന്ന മനുഷ്യനെയും നമ്മൾ ഓർമ്മിച്ചു പോകുന്നു. ഒരുപക്ഷെ നമ്മുടെ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മുൻകരുതലുകളോടെ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് നമ്മെ ബോധ്യപ്പെടുന്ന ഏറ്റവും അവസാനത്തെ സംഭവമാണ് വയനാടിൽ ഉണ്ടായത്. ഇത്രയധികം മനുഷ്യജീവനുകൾക്ക് ഹാനി വന്ന ഒരു ഉരുൾപൊട്ടൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമാണിത്. ഈ കാണുന്ന ഈ പ്രദേശത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ഇതൊരു ടൗൺ ആയിരുന്നു, ഒരു നഗരമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് ഈ പാലം ഒലിച്ചു പോയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ ചൂരൽമലയെയും അതുപോലെ തന്നെ മുണ്ടക്കൈയിലും പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. ഒരുപാട് ജീവിതങ്ങളും അതോടൊപ്പം ഒലിച്ചുപോയി. ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ വർഷങ്ങളോളം നമ്മെ വേട്ടയാടിയെന്ന് വരും. അംഗഭംഗം വന്ന മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർക്ക് വല്ലാത്ത സങ്കടമാണ് ഇന്നലെ ഉണ്ടായത്. ദൗത്യം ഇന്ന് 2-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു. സുർജിത്ത്, ഒരുപക്ഷെ ഈ ദുരന്തം മറന്നേക്ക് വന്ന ആ രാത്രി കഴിയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി നമ്മൾ അറിയുന്നു. മരണസംഖ്യ ഉയരും എന്ന് നമുക്കറിയാം. ഈ മണ്ണിനടിയിലൊക്കെ തന്നെ എത്ര ആളുകൾ പെട്ടുപോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ടൂറിസ്റ്റായി വന്ന ആളുകളൊക്കെ തന്നെ
വീടുകളിലും ഓഫീസുകളിലും പറയാതെ ഈ വയനാട് കാണാനിറങ്ങിയ ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും കാണാതായവർക്ക് വേണ്ടി ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ മരണസംഖ്യ തീർച്ചയായും ഉയരുമെന്ന് നമുക്ക് പേടിയുണ്ട്. അത് വല്ലാത്തൊരു ഭീതിയാണ്. കാരണം മലമുടിയിൽ നിന്ന് ഉയർന്നു വന്ന ഈ വെള്ളം, ഈ പ്രളയം എത്ര പേരുടെ ജീവൻ കവർന്നു പോയിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത്. സുർജിത്ത് അയ്യപ്പത്താണ് നമ്മൾ അല്പനിമിഷങ്ങൾക്കും സുർജിത്ത് അയ്യപ്പത്തിനെ ലൈനിൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ അധികം പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. കോഴിക്കോടൊക്കെ തന്നെ കനത്ത മഴ പെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ അവിടെ ചില ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. എന്തായാലും എല്ലാവിധമായ മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. രക്ഷാപ്രവർത്തകർ ചെയ്യുന്ന കാര്യം, ഒരു കരയിൽ നിന്ന് വടം ഉപയോഗിച്ച് മൃതദേഹങ്ങൾ അടുത്ത കരയിലേക്ക് എത്തിക്കുന്ന സംഭവമാണ്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് തുടങ്ങി. മണ്ണിനടിയിൽ ആളുകൾ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, താങ്കൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ നെഞ്ചുലഞ്ഞു പോകുന്ന, മനസ്സ് തകർന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ നിന്നും കാണുന്നത്. ഈ പുഴ കടന്നു പോകുന്ന ഒരു മൃതദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന ഒരുപാട് മൃതദേഹങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷേ ഈ പുഴ കൂലം കുത്തി ഒഴുകി വന്നപ്പോൾ എത്ര ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് എന്ന് നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ എത്രയൊക്കെ വാശി പിടിച്ചാലും, നമ്മൾ ഓർക്കാത്ത കാര്യങ്ങൾ, നമ്മൾ എത്രയൊക്കെ പ്രതീക്ഷിച്ചാലും നമ്മൾ ഓർക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് മറിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രകൃതി ദുരന്തം. ഒരുപക്ഷേ മനുഷ്യനിതിൽ ചെറിയ റോളുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ മഹാപ്രകൃതി ദുരന്തമായി പെയ്തിറങ്ങിയ കഴിഞ്ഞ ദിവസം രാത്രി, ഇന്നലെ രാത്രി സംഭവിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ മണ്ണിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ. സുർജിത്ത് അയ്യപ്പത്ത്, താങ്കൾ റെഡിയാണെങ്കിൽ താങ്കൾ നമുക്കൊപ്പം ചേരാം. ഞാൻ സംസാരിക്കുന്നത് താങ്കൾ പരിഗണിക്കേണ്ട അവിടുത്തെ കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം. സുർജിത്ത്, വിശദാംശങ്ങൾ പറയും. ഒരു മൃതദേഹം കൂടി കിട്ടി എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സങ്കടകരമായ കാഴ്ച തന്നെ, സങ്കടകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4ാമത്തെ മൃതദേഹമാണ് ഞാനിവിടെ കാണുന്നത്. ഇന്നലെ മുതൽ കണ്ണ് നനയാതെ പറയാതിരിക്കാൻ കഴിയില്ല, അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ ഇതിലുണ്ടോ എന്ന ആശങ്കയാണ് ഈ നിമിഷം ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രദേശത്തേക്ക് എത്തുന്ന മുറയ്ക്ക് നമ്മളോട് അവരുടെ വിഷമവും പ്രയാസവും എല്ലാം തന്നെ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ഏറെ സാധാരണക്കാരുള്ള ഒരു ഭൂപ്രദേശമാണിത്. തേയിലത്തോട്ടത്തിലും അതോടൊപ്പം തന്നെ മറ്റ് തോട്ടങ്ങളിലും എല്ലാം തന്നെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുള്ള, ചെറിയ കച്ചവട സ്ഥാപനങ്ങളുള്ള, അത്തരത്തിൽ കൃഷി ചെയ്യുന്ന അങ്ങനത്തെ ആളുകളുള്ള ഒരു വളരെ സാധാരണക്കാർ മാത്രം ഉള്ള ഒരു പ്രദേശമാണിത്. ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു ദുരന്തം പേമാരി പോലെ പെയ്തിറങ്ങിയിരിക്കുന്നത്. ഇത് ഈ ചൂരൽമല പുഴ ഒരു നേരിയ തോട് പോലെ ഉണ്ടായിരുന്ന പുഴയാണ് ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ആർത്തലച്ച് ഒഴുകിയത്. അതിനുശേഷമാണ് ഈ പുഴ ഭാരതപ്പുഴയ്ക്ക് സമാനമായ രീതിയിൽ വീതിയെടുത്ത് ഒഴുകി പരന്നൊഴുകിയത്. എന്തായാലും ഇവിടെയാണ് ഇങ്ങനെ അത് പരന്നൊഴുകുന്ന ഘട്ടത്തിലാണ് കെട്ടിടങ്ങളും അതോടൊപ്പം കച്ചവട സ്ഥാപനങ്ങളും മറ്റും വീടുകളും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് കൂറ്റൻ പാറകളും തടിക്കഷ്ണങ്ങളും എല്ലാം നിറഞ്ഞ് കവിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത്രമാത്രം വലിയ ദുരന്തം. ആ ദുരന്തമാണ് ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ചൂരൽമല പുഴ കടന്നു പോകുന്നത്. നേരെ പോകുന്നത് ചാലിയാറിലേക്കാണ്. 30 കിലോമീറ്ററിലധികം എത്തി പല മൃതദേഹങ്ങളും എന്നുള്ളതാണ്. ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നു. അതിൽ നമ്മുടെ നേരത്തെ നമ്മൾ ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളുടെ അവരുടെ ഭർത്താവിൻ്റെ അച്ഛനുണ്ട്. അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങനെ ഈ ദുരന്തത്തിന് ഇരകളായി മാറുന്നു. നമുക്ക് അടുത്തറിയുന്ന ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദുരന്തത്തിന് ഇരകളായി മാറിയതിൻ്റെ നടുക്കം പോലും വിട്ടുമാറുന്നില്ല. മൃതദേഹങ്ങൾ ഒന്നൊന്നായി വരുന്നു. രക്ഷാപ്രവർത്തകർ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ്
ഇടയിലാണ് രക്ഷാപ്രവർത്തകർ ഇടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറുഭാഗത്ത് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബെയിലി പാലം വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയാൽ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമായ രീതിയിൽ സാധ്യമാക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം മുണ്ടക്കയുമായി ബന്ധപ്പെടുത്താവുന്ന, അട്ടമലയുമായി ബന്ധപ്പെടുത്താവുന്ന ഏക പാലമാണ് ഒലിച്ചുപോയത്. അന്ന് ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ഈ പാലത്തിൻ്റെ ഒരു ഭാഗം വിണ്ട പോലെ നിൽക്കുന്ന അവസ്ഥയുണ്ട്, അതായത് അതിൻ്റെ അറ്റത്ത് മണ്ണ് വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള ആശങ്ക അവർ പങ്കുവച്ചിരുന്നു. അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് വലിയ അളവിൽ ഈ പാലം പൂർണ്ണമായും കാണാത്ത വിധത്തിലേക്ക് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. കൂറ്റൻ പാറകൾ കൺമുന്നിൽ കാണാൻ കഴിയുന്നു. അവിടെ പുഴയെ ഒരു വഴി മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നു. പാറകൾ മറ്റും നിരത്തിയാണ് അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ എത്തിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഈ ബെയിലി പാലം ഇവിടെ തയ്യാറാക്കുകയാണ്. അങ്ങനെ പുഴ വഴിമാറ്റി ഒഴുകിപ്പിച്ച് അവിടെ താൽക്കാലികമായി തടയണ പോലെ കെട്ടി അങ്ങനെ ഈ പാലം നിർമ്മിക്കാനുള്ള നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂറ്റൻ തടിക്കഷ്ണങ്ങളിൽ കുടുങ്ങി നിൽപ്പുണ്ട് പല മേഖലയിലും പല കെട്ടിടങ്ങളുടെയും മുകൾ ഭാഗത്ത് വരെയുണ്ട്. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ആ സ്കൂളിന് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതിനരികിലൂടെയാണ് ചൂരൽമല പുഴ ഒഴുകിയിരുന്നത്. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു വിശാലമായ മൈതാനം, അതിനടുത്ത് സ്കൂൾ കെട്ടിടം, അതിൻ്റെ പിറകിൽ ഒരു കഞ്ഞിപ്പുര, അങ്ങനെ ഉള്ള ഒരു മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു വിദ്യാലയമായിരുന്നു. ആ വിദ്യാലയം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്ന വിധത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ആ കെട്ടിടത്തിൻ്റെ പകുതിയോളം ഭാഗത്ത്, അതായത് രണ്ടാം നിലയോളം ഭാഗത്ത് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രളയജലം കുതിച്ചൊഴുകിയത്. എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം മറുഭാഗത്ത് സുഗമമായി തുടരുമ്പോഴും അത്തരത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് കൊണ്ടുവരുന്നു, മൃതദേഹങ്ങൾ ഒന്നൊന്നായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂള് യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തലേ ദിവസം നമ്മൾ കാണിച്ചിരുന്നു. വളരെ ശാന്തമായ ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയായി നിൽക്കുകയാണ്. അതിന് പിറ്റേന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് തന്നെയായിരുന്നു ഈ സ്കൂളിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ കാണിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിലാണ് ഈ കുത്തി ഒഴുകി വന്ന ഈ മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ വന്ന മലവെള്ളപ്പാച്ചിൽ ഈ സ്കൂളിനെ തകർത്തെറിഞ്ഞുകൊണ്ട് കടന്നുപോയത്. മരണം കുത്തി ഒലിച്ചു വന്ന ആ രാത്രിയിൽ ഈ സ്കൂള് തകർന്നില്ലാതായി. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.